നമ്മൾ റസൂലുള്ളാഹിൻ്റെ അടിമയല്ല, നമ്മൾ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്താണ്. പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു രേഖയിലും ഇല്ല, ശരി. അപ്പോൾ ചെയ്തില്ല എങ്കിൽ പോലും മദ്ഹ് പറയൽ അത് സുന്നത്തല്ലേ, അതിൽ തർക്കമല്ലല്ലോ എന്നാണ് ഇപ്പോൾ പകര ഉസ്താദ്, ബഹുമാന്യനായ എൻ്റെ പകര ഉസ്താദ് ചോദിക്കുന്നത്. എൻ്റെ പകര ഉസ്താദെ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാ. ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്. തെറ്റുകളുടെ കൂമ്പാരത്തിൽ കിടന്നുകൊണ്ട് കുപ്പത്തൊട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്കിതൊക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി സഹോദരന്മാരെ. ഒരാളുടെ ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയാറുണ്ടല്ലോ തിന്നാൻ, അതിനൊന്നും വേണ്ടിയിട്ടല്ല. ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിലേക്കാണ് ഈ വിളിക്കുന്നത്. അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് മുന്നിൽ. നീ സഹാബത്തൊന്നും റബീഉൽ അവ്വൽ ചെയ്തില്ല നമ്മൾ സങ്കല്പിക്കും. റബീഉൽ അവ്വൽ ചെയ്തില്ല എന്ന് ഒരു രേഖയും ദുനിയാവെന്ന് കാണൂലട്ടോ. ചെയ്തതായി കിട്ടാതിരിക്കൽ ചെയ്തില്ല എന്നതിന് തെളിവല്ല. അത് കർമ്മശാസ്ത്ര അടിസ്ഥാന ശാസ്ത്രം പഠിച്ചവർക്കറിയാം. ചെയ്തതായി കിട്ടാതിരിക്കൽ ചെയ്തില്ല എന്നതിന് തെളിവല്ല. അത് കർമ്മശാസ്ത്ര അടിസ്ഥാന ശാസ്ത്രം പഠിച്ചവർക്കറിയാം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നബിദിനം സംബന്ധിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് തന്നെയാണ് പ്രമേയം, അല്ലെങ്കിൽ നമ്മുടെ വിഷയം. ഇവിടെ സ്വഹാബത്തെ കിറാമൊന്നും നബിദിനം ചെയ്തില്ല. എന്താണ് നബിദിനം ചെയ്തില്ല എന്നാട്ടോ പറയണത്? നബിദിനാഘോഷം തന്നെ പറഞ്ഞ മുസ്ലിയാരെ. പകരം ഉസ്താദെ, നിങ്ങൾ അങ്ങനെ തന്നെ പറയും, അങ്ങനെ തന്നെ പറഞ്ഞാലുള്ളൂ നമുക്കതൊന്നുണ്ട് നേരങ്ങത്തിൽ വിശദീകരിക്കാൻ പറ്റുക. നബിദിനം ചെയ്തില്ല എന്ന് പറയുമ്പോൾ എന്താ ഇപ്പോൾ നബിദിനം, അത് ലാസ്റ്റ് നമുക്ക് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. ഇവിടെ പകരം മുഹമ്മദ് അഹ്സനി എന്ന് പറയുന്ന മുസ്ലിയാർ ഉസ്താദ് പറഞ്ഞത് സ്വഹാബത്തെ കിറാമൊന്നും ചെയ്തില്ല എന്ന് കരുതിക്കൊണ്ട് അത് ചെയ്യണ്ട എന്നുള്ളതിന് തെളിവല്ല എന്നാണ്. നിങ്ങളത് ഏത് കിതാബിൽ പരിശോധിച്ചാലും അവർ ചെയ്തു എന്നുള്ള തെളിവൊന്നും കിട്ടൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തീരുമാനമായി. പ്രിയമുള്ളവരെ, കൂടുതൽ ഇനി ഇതിൻ്റെ ബാക്കിങ്ങൾ കേൾക്കണമെന്നില്ല. ഇതോടെ ആ ഒരു കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. എന്താണ്? സ്വഹാബത്തെ കിറാമ് അവരാരും ചെയ്തില്ല. അപ്പം എൻ്റെ ഓലിക്ക് അള്ളാൻ്റെ റസൂലിനോട് സ്നേഹമില്ല മൊയ്ലിയരെ, അല്ലെ മൊയ്ലിയരെ മാത്രമല്ല കേട്ടോ, മൊയ്ലിയാക്കന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ അവർ അത് ആഘോഷിക്കാതിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തത്? നിങ്ങൾ അന്നം തിന്നുന്ന ആളുകളല്ലേ. ബുദ്ധിയില്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ പറയുമ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ? ഞാനല്ല കേട്ടോ, എനിക്ക് വലിയ ബുദ്ധി ഉണ്ടെന്നൊന്നുമല്ല. ഞാൻ ഇസ്ലാമിക പ്രഭാഷണങ്ങൾ, പരിശുദ്ധ ഖുർആൻ്റെ പരിഭാഷ, അതുപോലെ തന്നെ ഹദീസുകൾ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറയുമ്പോൾ അത് മനസ്സിലാക്കുവാനും അതല്ല ഇതാണ് എന്ന് പറയുവാനുള്ള ആ ഒരു സ്വല്പമായിട്ടുള്ള ചെറിയ എൻ്റെ പരിമിതമായ ആ ഒരു ഇതിൽ നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ സ്വഹാബത്തെ കിറാം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തീരുമാനമായി. താബീങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. താബീങ്ങളോ? ഇല്ല. അയിമത്തിൻ്റെ ഉലമാക്കളോ? അയിമത്തിൻ്റെ ഉലമാക്കൾ എന്ന് പറയുമ്പോൾ പിന്നെ സലഫ് സാലിഹ്യങ്ങളായിട്ടുള്ള ഈ 3 നൂറ്റാണ്ട് അല്ലെങ്കിൽ 3 തലമുറ അത് കഴിഞ്ഞിട്ടുള്ള പണ്ഡിത കേസരികൾ അവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന് ചെങ്ങായിമാരെ ഇത് കിട്ടിയത്? ഇത് എവിടുന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് തലയിലേറ്റി കൊണ്ടുവരുന്നത്? ഇവിടെ ചില ആളുകൾ ജന്മദിനാഘോഷം, ജയന്തി ആഘോഷമൊക്കെ ഉണ്ട്, ഞങ്ങൾക്കില്ലാണ്ട് വരാൻ പാടില്ല, ഞങ്ങളെ പ്രവാചകനെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. ഏതുപോലെ ജൂതന്മാർ ആശുറ ആഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ മദീനത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, അടുത്ത വർഷം ഈ മുഹറം 10-നെടുത്തു, ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മുഹറം 9-നും ഞാൻ നോമ്പെടുക്കും. അതിൻ്റെ കാരണമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവരെക്കാൾ കൂടുതൽ അടുത്തവൻ, ബന്ധു, അല്ലെങ്കിൽ ആ ഒരു നിലപാട് സൂക്ഷിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ഞാനാണ്, അതുകൊണ്ട് ഞാൻ ആഘോഷിക്കും. അപ്പോൾ യഹൂദന്മാരുടെ ആഘോഷം റസൂലുള്ള ആഘോഷിച്ചല്ലോ. ഇനിയിപ്പോൾ യഹൂദന്മാരുടെയും ക്രൈസ്തവ സഹോദരന്മാരുടെയും ഹൈന്ദവ സഹോദരങ്ങളുടെയും മറ്റു ഇതര മത വിശ്വാസികളുടെയൊക്കെ ആഘോഷം റസൂലുള്ള എടുത്ത പോലെ നമുക്ക് കൊടുക്കാന്നാ ആണോ? റസൂലിൽ എന്തെങ്കിലും അങ്ങനെ എടുത്തിട്ട് അത് നമുക്ക് തരണ്ടിച്ചെങ്കിൽ റസൂലിൽ വഹിയുള്ള ആളാണ് പൊന്നാരൻ്റെ ചങ്ങായിമാരെ. എന്നാൽ ആ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇതര മത വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരുന്നത് ചെയ്യും, അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഹദീസുകളുണ്ട്. അപ്പോൾ പകരം ഉസ്താദ് കുറച്ചും കൂടി പറയട്ടെ, ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പകരം ഉസ്താദിനെ പോലുള്ള ആളുകളെയൊക്കെ കിട്ടുമ്പോൾ നമ്മളെ ഓല് പറഞ്ഞാൽ കേൾക്കണ്ട്, കേട്ടു വെക്കുക. ചെയ്തതായി കിട്ടാതിരിക്കൽ ചെയ്തില്ല എന്നതിന് തെളിവല്ല. അത് കർമ്മ അത് നേരത്തെ പറഞ്ഞു ചെയ്തതായി
നമുക്കൊരു അറിവ് കിട്ടിയിട്ടില്ല എന്നുള്ളത് അത് ചെയ്യാതിരിക്കാൻ തെളിവല്ല എന്നുള്ളതാണ്. ഓക്കെ, അവർ അന്നത്തെ കാലത്ത് ഇപ്പം നമ്മളിവിടെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ട്. സഹാബകൾ അതിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? അതുപോലെ ഇല്ല എന്നുള്ളത് നമ്മളിന്ന് യാത്ര ചെയ്യാണ്ടാന്നുള്ളതിന് തെളിവാണോ? ഓക്കെ. അന്ന് ബസ്സും കാറും ലോറിയൊന്നും ഇല്ലേ. നബിദിനം ആഘോഷിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്നത്തെ പോലെ മൈക്കിയും വർണ്ണക്കടലാസും ഒന്നുമില്ലെങ്കിലും അവർക്ക് ആ ഒരു സന്തോഷ പ്രകടനം അല്ലെങ്കിൽ മധുര വിതരണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടല്ലോ. അത് ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. അത് ചെയ്തിട്ടില്ല എന്ന് ഇന്ന് നമുക്ക് തെളിവ് തന്നെയാണ്. ഓലത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഉസ്താദ് പറയും കേക്കട്ടെ. അത് കർമ്മശാസ്ത്ര അടിസ്ഥാന ശാസ്ത്രം പഠിച്ചവർക്കറിയാം. കർമ്മശാസ്ത്രവും അടിസ്ഥാന ശാസ്ത്രവും പഠിച്ചവർക്ക് അറിയാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർമ്മശാസ്ത്രത്തിൻ്റെ ഇമാമാണ് ആര്? ഫിഖഹിൻ്റെ ഇമാമാണ് ഇമാമുന ഷാഫി റഹ്മഹുല്ലാഹ്, അല്ലേ? ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി കർമ്മശാസ്ത്രത്തിൻ്റെ പണ്ഡിതനാണ്. ആ പരമ്പരയിലുള്ള ഇമാം റാഫി, ഞാൻ ഒരു സമയത്ത് ഇമാം റാഫി എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ ഒരു ഇമാം ഉണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. പോയി പഠിച്ചു നോക്കിയും ചങ്ങായിമാരെ. അതുപോട്ടെ ഇമാം യഹിയബിനു ഷറഫൻ നവവി ഇമാമ് കർമ്മശാസ്ത്രം പഠിച്ച പണ്ഡിതനല്ലേ, പണ്ഡിത കേസരിയല്ലേ, അല്ലേ? പൂർവ്വസൂരിയായ പണ്ഡിതനല്ലേ ഇമാം നവവി റഹിമഹുല്ല. പറയും ചങ്ങായിമാരെ, ഇമാം നവവിയുടെ പേര് കേൾക്കുമ്പോൾ റഹിമഹുല്ല എന്ന് പറയണം. ആ ഇമാം നവവി എന്നിട്ട് ഈ കർമ്മശാസ്ത്രമൊക്കെ പാടെ കലക്കി കുടിച്ചിട്ട് നബിദിനം ആഘോഷിച്ചാർന്ന്. പകരം ഉസ്താദേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. ഈ പറയാൻ മുസ്ലിമായിട്ട് കാര്യമില്ല. നിങ്ങൾ മുസ്ലിം അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു മുസ്ലിം എന്ന് പറയുന്ന വ്യക്തിക്ക് ആവറേജ് ബുദ്ധി വേണം, എന്നാലും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ബുദ്ധി അക്കലാനിയാണ് എന്ന് പറഞ്ഞു വരണ്ട. ഞാൻ ബുദ്ധിക്ക് നിരക്കാത്ത അങ്ങനത്തെ ഒരു വിഷയമല്ല പറഞ്ഞത്. ബുദ്ധിയും യുക്തിയൊക്കെ വേണം. അല്ലെങ്കിൽ ഈ മൂല്യമാർ കലക്കി തരുന്ന കാടിവെള്ളം കുടിച്ചിട്ട് നിങ്ങൾ പൊട്ടന്മാരായി പോകും, അന്ധവിശ്വാസികളായി പോകും, ഖുറാഫികളും കുബൂരികളുമായി പോകും. ആവാതിരിക്കട്ടെ. ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് രക്ഷപ്പെട്ടോളി എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാ. ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ്. തെറ്റുകളുടെ കൂമ്പാരത്തിൽ കിടന്നുകൊണ്ട് കുപ്പത്തൊട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്കിതൊക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി സഹോദരന്മാരെ. ഒരാളുടെ ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയാറുണ്ടല്ലോ മലവും അതുപോലെ കഫവും തിന്നാൻ, അതിനൊന്നും വേണ്ടിയിട്ടല്ല. ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിലേക്കാണ് ഈ വിളിക്കുന്നത്. അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് മുന്നിൽ. ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങൾ കുറേ ആൾക്കാരൊന്നുമില്ല. എന്നെപ്പോലെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, ഇത് സത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പറഞ്ഞു പോകുന്നില്ല. പകരം ഉസ്താദ് ഉസ്താദിനെ നമ്മൾ ബോറടിപ്പിക്കണ്ട. ഉസ്താദ് പറയട്ടെ. ഉസ്താദേ ചെയ്തില്ല ഒരു രേഖയിലുമില്ല. അപ്പൊ നമ്മൾ ചെയ്തില്ല എന്നെ കണ്ടു നിൽക്കും. അങ്ങനെ രേഖയിൽ വന്ന് 4 മുത്തിനബിന്റെ അത് തർക്കല്ലേ സുന്നത്താണെന്നുള്ളിൽ. അപ്പോൾ സ്വഹാബാക്കളൊന്നും ചെയ്തില്ല. ഓക്കെ, ഒരു രേഖയിലും ഇല്ല. ശരി. അപ്പോൾ ചെയ്തില്ല എങ്കിൽ പോലും മദ്ഹ് പറയല് അത് സുന്നത്തല്ലേ, അതിൽ തർക്കമല്ലല്ലോ എന്നാണ് ഇപ്പോൾ പകര ഉസ്താദ്, ബഹുമാന്യനായ എൻ്റെ പകര ഉസ്താദ് ചോദിക്കുന്നത്. എൻ്റെ പകര ഉസ്താദെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, റസൂലുള്ളാഹിനെ അമിതമായിട്ട് വർണ്ണിക്കരുത്, പുകഴ്ത്തരുത് എന്നൊക്കെ. നിങ്ങൾ അമിതമായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് അല്ലേ? എന്തൊക്കെയാണ് മൗലൂദ് കിതാബുകളിലൂടെ പറഞ്ഞിരിക്കുന്നത്? റസൂലിൻ്റെ അടിമയാണെന്നടക്കം പറഞ്ഞിട്ടില്ലേ? സ്ലേവറി സംബന്ധിച്ച് നമുക്ക് പറയാനുണ്ട്. സ്ലേവറി അടിമത്തം, ഇസ്ലാമിലെ അടിമത്തം കാറ്റുപോയ ബലൂണായിട്ട് ലിയാഖത്ത് ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് പറയാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടിമയാണ് നടക്കുന്നത്. നിങ്ങൾ അബ്ദുക മിസ്കുയിൻ യർജു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പാടലില്ലേ? എന്താണത്? നമ്മൾ റസൂലുള്ളാഹിൻ്റെ അടിമയല്ല, നമ്മൾ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്താണ്. പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പകരം പറയട്ടെ. പറയൂ പകരം സായ്. ഒരാള് ളുഹറിന്റെ സുന്നത്ത് ഒരു ദിവസം നിസ്കരിച്ചു, അതിന് കൂലിട്ടു. അത് ഏത് പെരുന്നാൾക്കും കയറിച്ചു. നല്ല ജുമാക്കൊക്കെ പോയ റാഹത്ത് സുന്നത്ത് കയറിക്കാൻ. അപ്പോ ഇത് 2 റക്അത്ത് സുന്നത്ത് കയറി. തഹിയ്യ അയാൾ നിസ്കരിക്കലില്ല. അപ്പൊ പള്ളിക്ക് 2 റക്അത്ത്. ഇന്നായിട്ട് നിസ്കാരം, ഇന്നായിട്ട് എന്താ നിസ്കരിച്ചാൽ എന്നും നിസ്കരിക്കുന്ന കാര്യം അന്നും നിസ്കരിക്കുക, ചെയ്യുന്നത് അന്നും ചെയ്യാം. അള്ളാഹുവിന്റെ റസൂലിന്റെ മതി എന്നും ചെയ്യാം. അത് റബീഉൽ അവ്വലിലും ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഇത് ഇവിടുന്ന് നേരിട്ട് കിട്ടിയതാ. കേട്ടോളി. ളുഹറിൻ്റെ ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലിയുണ്ട്, സുന്നത്താണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിലോ ഓനിക്ക് ആവശ്യമില്ല, പ്രതിഫലമില്ല, അതൊക്കെ ബോണസാണ്. നിസ്കരിക്കുന്നുണ്ടോ? ഫർള് നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുക, അധികരിപ്പിക്കുക, അതൊക്കെ ബോണസാണ്. നമ്മൾ ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടുവാനും നമുക്ക്
പലതരത്തിലുള്ള അബദ്ധങ്ങൾ വന്നതൊക്കെ പുറത്ത് കിട്ടുവാനൊക്കെ സുന്നത്തുകൾ അധികരിപ്പിക്കുക, അത് പ്രത്യേകം കൂലിയായിട്ടും പുണ്യമായിട്ടും അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ അത് നിസ്കരിച്ചു, കൂലിയുണ്ട്, നിസ്കരിച്ചിട്ടില്ല, കൂലിയില്ല. എന്താ തെളിവ്? അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോളിന്ന്. അതേപോലെ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും ഉണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതേപോലെ ഇശാ നിസ്കാരം കഴിഞ്ഞാലോ ഉണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതേപോലെ ഒരു സുന്നത്ത് മൗലൂദ്, അതിനൊരു തെളിവ് കൊണ്ട് പറഞ്ഞോളി നിങ്ങൾ, എന്നാൽ ഒറ്റ പ്രശ്നമില്ല. അവിടെയാണ് ഫാൾട്ട് വന്നത്. അവിടെയാണ് ഈ വിഷയത്തിൽ ഫാൾട്ട് വന്നത്. ഉള്ളൊരു കാര്യം, അത് സുന്നത്താണെങ്കിൽ ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിലോ കൂലിയില്ല എന്നുള്ളൂ, ശിക്ഷയൊന്നുമില്ല. മൗലൂദ് സുന്നത്തല്ല, മധു പറയലോ അമിതമായിട്ട് വർണ്ണിക്കൽ സുന്നത്തല്ല. റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് ഒരു കല്യാണ വീട്ടിലെ കുറച്ച് കുട്ടികൾ അവരുടെ ബാപ്പന്മാരും ജ്യേഷ്ഠന്മാരും അമ്മാവന്മാരും എളാപ്പന്മാരും മൂത്താപ്പന്മാരും ഒക്കെ ബദറിൽ അടരാടി പോരാടി വിജയം കരസ്ഥമാക്കിയത് പാടി പറയുകയായിരുന്നു. അവരെങ്ങനെ ആ പാട്ട് പാടിയപ്പോൾ ബദർ കിസ്സ പറഞ്ഞതിന് തെറ്റുണ്ടെന്നൊന്നും ഇവിടെ ആരും പറയണില്ലേ, നുണ പറയരുത് എന്നുള്ളേ. അപ്പോൾ ബദറിലെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി കല്യാണ വീട്ടിൽ ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ കുട്ടികൾ അവിടെ ആ പാട്ടിൻ്റെ ഇടയിൽ ഒരു വരി കയറ്റി, എന്താണ്? വാഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗാദി. എന്താണ്? ഞങ്ങളിലൊരു പ്രവാചകനുണ്ട്, ഒരു നബിയുണ്ട്, ആ നബിക്ക് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ പോലും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പാടി. അതെന്താണ്? അത് ഇല്ലാത്ത കാര്യമാണ് ആ പാടിയുന്നത്. നുണേനെ അമിതമായിട്ടുള്ള വർണ്ണനയായിരുന്നു. റസൂലുള്ള പറഞ്ഞോ നിർത്തിക്കോളി മക്കളെ, അത് നിങ്ങൾ പാടണ്ട. നിങ്ങൾ നേരത്തെ പാടിയുന്നത് ബദറിൽ ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള ധീര ശൂര പരാക്രമികളായ ഇസ്ലാമിൻ്റെ ധീരഭടന്മാര് അവര് പോരാടിയതും അവര് അടരാടിയത്, അവരുടെ ധീരകഥകൾ വീരകഥകൾ അത് നമ്മളെ മക്കൾക്ക് പാടി പറഞ്ഞു കൊടുക്കണം. പാടിയിട്ടല്ലേലും പറഞ്ഞിട്ടേലും കൊടുക്കണം, അതിലൊന്നും തെറ്റില്ല. എന്നാൽ കള്ളക്കഥ അമിത വർണ്ണന അത് പാടില്ല എന്നാണ് പറഞ്ഞതേ. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇല്ലാത്തത് പറയരുത്. റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് അമിത വർണ്ണന ഉള്ളത് പറയാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് എന്തൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാണ്ട് നമ്മളെ മക്കൾക്ക് സത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നാളെ ഇസ്ലാമിൻ്റെ ധീര ശബ്ദങ്ങളായിക്കൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ പൊന്നോമനകൾ വളർന്നു വരണം. ഇതുപോലെയുള്ള കാര്യങ്ങളല്ല ഇത്. ഇന്നല്ലാട്ടോ ഞാൻ ചൂണ്ടിയത് നേരത്തെ അതുപോലെയുള്ള, ഇനി അത് കേൾപ്പിച്ചു തരാം, അപ്പം മനസ്സിലാവും. ചെയ്യാം. പിന്നെ ഒരിക്കലും ഇതിൽ തർക്കിക്കുന്നതിന് യാതൊരു അർത്ഥവും. അവിടെ അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞിട്ടുണ്ട്, തർക്കിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇല്ല, തർക്കിക്കുന്നതിൽ കാര്യമില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? ഇല്ലാത്തത് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ആ ഒരു കമൻറ്റിൻ്റെ ഒരു വിഷയം പറഞ്ഞിരുന്നു. ഈ വീഡിയോയിലാണോ കഴിഞ്ഞ വീഡിയോയിലാണോ എന്നറിയില്ല. സിംസാറിലേക്ക് പറഞ്ഞത് മുഴുവൻ വെക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ വെക്കടാ, അനക്ക് ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ? ധൈര്യമുണ്ട്. മുഴുവനല്ല, ആ പറഞ്ഞ കണ്ടന്റ് അവിടെയാണ് ഈ വിഷയം കിടക്കുന്നത്. എന്തായാലും സ്വഹാബികൾ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളത് പകരം ഉസ്താദിൻ്റെ ആ മൊഴിമുത്തുകളിൽ നമുക്ക് മനസ്സിലായി ഇല്ലേ? സിംസാറിലേക്ക് പറഞ്ഞതിൽ ഞാൻ എടുക്കുന്ന വിഷയം അതെന്താണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. പറയട്ടെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. അപ്പോൾ എന്തേപ്പോ ഉസ്താദ് പറഞ്ഞത്? നമ്മളെ സിംസാറിലൊക്കെ ഹുദവി നല്ല മനസ്സിലായിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ അവരാരും തന്നെ നബിദിനം എന്ന് പറഞ്ഞാൽ നബിദിന ആഘോഷം അത് നടത്തിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ആ ശരി തന്നെയാണെന്ന് പറയുന്നിടത്ത് നിർത്തുന്നത് എന്തിനാണെന്നറിയോ? ആ ശരി തന്നെയാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടില്ലെങ്കിൽ മുൻമാതൃക ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത്, ഇനി താപയങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. താപയങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവരാരും ചെയ്തിട്ടില്ല. ചെയ്യാത്തത് നമ്മൾ ചെയ്യുമ്പോൾ അത് ബിദ്അത്താണെന്ന് പറയാനാണ് ഈ നിർത്തുന്നത്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എന്താ പറയണമെന്നറിയോ? നമുക്കത് ചെയ്യാന്ന് തന്നെ പറയണത്. നമുക്ക് നബിദിനം ആഘോഷിക്കാം, ഓല് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അത് കരുതിയിട്ട് നമ്മളത് ചെയ്യാതിരിക്കണ്ട, അതാണ് ഇതിൻ്റെ ബാക്കിയുള്ളത്. അത് പറഞ്ഞില്ല എന്ന് ആരും പറയണ്ട. സിംസാറിൽ ഹക്ക് ഹുദവി പറയുന്നത് ആ ഒരു വാക്കിൻ്റെ ആകത്തുക റസൂലുള്ളയോ സ്വഹാബത്തോ അത് ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുമില്ല. അതും കൂടി പറയൂ ഉസ്താദേ. പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് എന്താണ്? ബിദ്അത്താണ്. അത് നല്ല ബിദ്അത്താണ്. ആരേ പറഞ്ഞ്? ആ നല്ല ബിദ്അത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ നല്ല ബിദ്അത്ത് സ്വഹാബാക്കൾ എന്തുകൊണ്ട് ചെയ്തില്ല? സ്വഹാബാക്കൾ ചെയ്തിട്ടില്ലെങ്കിൽ ദീനിലേക്ക് പുതുതായിട്ടൊരു സാധനം കടത്തിക്കൂട്ടില്ലേ, അത് അള്ളാഹുവിൻ്റെ റസൂൽ നിഷിദ്ധമാക്കിയതാണെന്നുള്ളതല്ലേ? ഇനി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കുറച്ച് വേറെ
അതും കൂടി അന്ന് കേൾപ്പിച്ചാണ്. അപ്പോൾ ആർക്കെങ്കിലും കട്ട് മുറിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. അതിൻ്റെ കണ്ടന്റ് എന്താണോ അത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ആ പറയുന്നതിൻ്റെ ബാക്കി നമ്മൾ പറയുന്നുണ്ടല്ലോ, വിശദീകരിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? എന്താ പറയുന്നതെന്ന് കേൾക്കാം. ഇത് ബിദ്അത്തുൻ ഹസനത്തുൻ, നല്ല ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായതൊക്കെ മോശമാണെന്നാണോ? അല്ലല്ലോ. ബിദ്അത്തുൻ ഹസനത്തുണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്. മോശപ്പെട്ട മോശം നമ്മളൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളേ, നിങ്ങൾ പറയാനുള്ള സമയമുണ്ട്. ഇപ്പം എന്തേ പറഞ്ഞു വരുന്നത്, മൂപ്പര് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അതിൻ്റെ ശേഷം എന്താ പറയണത്, അത് ഒരു ബിദ്അത്താണ്, നല്ല ബിദ്അത്താണെന്നാണ് പറയണത്. നല്ല ബിദ്അത്ത്. ഈ നല്ല ബിദ്അത്ത് എന്നുള്ളത് ഇസ്ലാമിൽ പിൽക്കാലത്ത് മദ്രസ പോലെയുള്ള കാര്യങ്ങൾ നല്ല ബിദ്അത്തായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബിദ്അത്താണെന്നാണ് പറയുന്നത്. എന്നാൽ നബിദിനാഘോഷം ഇവിടെ നടത്താറുള്ളത് പുണ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അതിന് കൂലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ മതത്തിലേക്ക് ഒരു അമല് നിങ്ങൾ കൊല്ലം വർഷാവർഷം കാത്തിരുന്നു കൊണ്ട് ഈ മൗലൂദ് ഇല്ലാത്ത കള്ളക്കഥയൊക്കെ പാടിയിട്ട് നിങ്ങൾ വലിയ വലിയ ആഘോഷങ്ങളായിട്ട് ഇത് നടത്തുമ്പോൾ അതിന് നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സന്തോഷമാണ് ആഘോഷമാണെന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു കാര്യം ദീനിലേക്ക് കടത്തിക്കൂട്ടിയാൽ, ഒരു ആഘോഷം കടത്തിക്കൂട്ടിയാൽ അത് ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണെന്ന് റസൂലുള്ള പറഞ്ഞ ഹദീസില്ലേ, ഹദീസും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് പറഞ്ഞോളിയും. അപ്പോൾ പ്രിയമുള്ളവരെ, ശരി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് നല്ല ബിദ്അത്താണെന്നാണ് പറയണത്. അപ്പോൾ പറഞ്ഞില്ല എന്ന് പറയണ്ട, അത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. പറയട്ടെ, കുറച്ചും കൂടി പറയട്ടെ. നല്ല ബിദ്അത്തില്ലേ എന്താണ്? ഇനി നിങ്ങൾക്ക് സംശയം ഞാൻ അതൊന്ന് പറഞ്ഞുതരാണ്. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെ ഇല്ല. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെ ഇല്ല. ഇത് നബി ചെയ്തു നിങ്ങൾ പറയണ്ട, നമ്മളും പറയുന്നില്ലല്ലോ. ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മൗലൂദ് ഓതിക്കോ, അങ്ങനെ ഇല്ല. പക്ഷേ നബി തങ്ങൾ ചെയ്യാത്തതൊക്കെ ശിർക്കും കുഫറാണെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും. റസൂലുള്ള, നബി തങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന റസൂലുള്ള, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്തതെന്തും അത് ബിദ്അത്താണ്, ശിർക്കാണ് എന്ന് പറയുന്നത് ശരിയല്ല. മതത്തിലേക്ക് അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മൻതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇത് പരിശുദ്ധ ഖുർആനാണ്. ഇതിലെന്താ പറഞ്ഞത്, നിങ്ങൾക്ക് മതം പരിപൂർണമായിട്ടും സംതൃപ്തപ്പെട്ട് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ റസൂലിലൂടെ. അതേപോലെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിതാബുല്ലയും സുന്നത്ത് റസൂലിനെയാണ് ഇവിടെ ഉപേക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ, ഇല്ലേ? ഇതൊന്നും നിങ്ങൾ പറയലില്ല, അത് മറ്റൊരു കാര്യം. അപ്പോൾ പൂർത്തീകരിക്കപ്പെട്ട ഈ മതത്തിൽ, ഈ ദീനുൽ ഇസ്ലാമിൽ ഇനി പുതിയൊരു സംഭവങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരുമ്പോൾ, അത് അമലായിട്ട് സ്വീകരിക്കുമ്പോൾ, അത് പുണ്യകർമ്മമായിട്ട് നിങ്ങൾ കൊണ്ടാടുമ്പോൾ അത് തള്ളപ്പെടേണ്ടതാണ്. അത് നല്ല ബിദ്അത്തല്ല. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു വിഷയത്തിൽ ഒരുപാട് ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ സിംസാറുൽ ഹുദവിയുടെ വാക്ക് ഞാൻ തിരുത്തിയിട്ടുമില്ല, അല്ലെങ്കിൽ കട്ടുമുറിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ആ പക്ഷേ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ റസൂലുള്ളയും സ്വഹാബത്തും ചെയ്തിട്ടില്ല, എന്നിട്ട് പിന്നീട് പറയുന്നത് എന്താണ്, ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബിദ്അത്താണ്, അപ്പോൾ അത് നല്ല ബിദ്അത്താന്ന് പറയാൻ വേണ്ടിയിട്ട് മൂപ്പര് ബാക്കി സമയം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത്രയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ആരെയും അപമാനിക്കുവാനോ അവഹേളിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ തകർക്കുവാനോ ഒന്നും വേണ്ടിയല്ല സഹോദരന്മാരെ. മനസ്സിലായ സത്യം, ആ സത്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് സ്വീകരിക്കാം. കുറേ ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്, ഇത് കേട്ടുകൊണ്ട് സത്യം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് പഠനങ്ങളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഖുറാഫാത്തുകളിൽ നിന്ന്, കുബൂരിസത്തിൽ നിന്ന്, പിഴച്ച പല കാര്യങ്ങളിൽ നിന്നും പിന്മാറിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ആ സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ അങ്ങനെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പോൾ ആ സന്തോഷം സ്വയം അനുഭവിക്കുക. എല്ലാവരോടും അല്ലട്ടോ പറയുന്നത്, എന്നെ കുറ്റം പറഞ്ഞവരോടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വിശ്വാസം തന്നെ എത്താത്ത പലരിലേക്കും ഈ സംസാരം വിശ്വാസമായിട്ട് എത്തി എന്നവർ വിളിച്ചു പറയുമ്പോൾ, വന്ന് പറയുമ്പോൾ, മെസ്സേജ് ചെയ്യുമ്പോൾ വരുന്നൊരു സന്തോഷമുണ്ടല്ലോ, അപ്പോൾ നിറയുന്ന ആ കണ്ണുകളുണ്ടല്ലോ, നിറഞ്ഞൊഴുകുന്ന ആ കണ്ണീർ തുള്ളികളുണ്ടല്ലോ, അത് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ആളുകളിലേക്ക് ഈ വിശ്വാസം എത്തിക്കുവാൻ, ഞാൻ ഇവിടെ തർക്കശാസ്ത്രമോ അല്ലെങ്കിൽ അതും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്.
എന്താണ് ദീന്, എന്താണ് ദീനിൽ പറയുന്നത് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ ഒരു സഹോദരന് ഇന്ന് എനിക്ക് വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ദൈവം എന്ന വാക്ക് അത് അങ്ങനെ ഉപയോഗിക്കരുത്, അള്ളാഹു തന്നെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള. ഞാൻ പറയുന്നു, എന്നെ വീക്ഷിക്കുന്നത് ഈ ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിലുള്ളവർ മാത്രമല്ല, അല്ലാത്തവരും ഇത് വീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വീക്ഷിക്കുന്നവരും നമുക്ക് വിളിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്. ആ സന്തോഷം കിട്ടുന്ന കാലത്തോളം, ലഭിക്കുന്ന കാലത്തോളം ആരൊക്കെ എന്തൊക്കെ ആക്ഷേപിച്ചാലും അപമാനിച്ചാലും ചീത്ത പറഞ്ഞാലും ഉപരോധിച്ചാലും നമ്മളെ വേറെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചാലും അതൊന്നും നമുക്ക് ഏൽക്കൂല. അള്ളാഹുവിൻ്റെ സഹായം, പിന്നെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിട്ട് കണ്ടുകൊണ്ട് ഈ മേഖലയിൽ തന്നെ പ്രയാണം തുടരാൻ തന്നെയാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരന്മാരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുവാനുണ്ട്, ദുആയിൽ ഉൾപ്പെടുത്തുക ഈ സഹോദരനെയും എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.